ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മളുടെ ക്യാൻഡിൽ ഒരു റിവേഴ്സൽ ഇൻവേർട്ടഡ് ഹാമർ ഫോം ചെയ്യുന്നുണ്ട്. ഞാനൊരു ലൈൻ ഡ്രോ ചെയ്ത് വച്ചിട്ടുണ്ട്. ഓക്കെ, ഏതായാലും നമ്മുടെ ലൈനിനടുത്ത് എത്തിയിട്ടുണ്ട്, പക്ഷേ ഇത് ക്രോസ് ആയി. ഓക്കെ, ഏതായാലും ഞാൻ ട്രേഡിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈനെ ക്രോസ് ചെയ്ത് മേലിലേക്ക് പോയി. ക്വാണ്ടിറ്റിയും ഇച്ചിരി ഹ്യൂജാണ് എടുത്തത് ഇന്ന്. ഹ്യൂജ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഹ്യൂജ്, ഇതിലും വലിയ ക്വാണ്ടിറ്റിയൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. നല്ല ലോസാണ് റൺ ചെയ്യുന്നത്. ഏതായാലും നമ്മുടെ ലൈനെ ക്രോസ് ചെയ്ത് മേലിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് വളരെ കൺവിക്ഷനുള്ളൊരു ട്രേഡാണ്. ഏതായാലും അവിടുന്ന് റിജക്ഷൻ വന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് എടുത്താൽ മതിയായിരുന്നു. ഏതായാലും നമുക്ക് നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒന്ന് പ്ലോട്ട് ചെയ്തേക്കാം. 78 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ വയ്ക്കുന്ന ഒരു ടാർഗറ്റും ഒരു സ്റ്റോപ്പ് ലോസും തന്നെ പ്ലേസ് ചെയ്യാമെന്ന് വയ്ക്കുന്നു. 78 എന്ന് പറയുമ്പോൾ മാർക്കറ്റ് നമ്മുടെ ലൈനെ ക്രോസ് ചെയ്തുകൊണ്ട് 78 എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സാക്ട്ലി നമ്മളുടെ മേളിൽ ഡ്രോ ചെയ്തേക്കുന്ന ലൈനില്ല, അത് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ 0.6%. 100 പോയിൻറ്റ്സ് അവിടെ നിൽക്കട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ ചിലപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. 70 ഏകദേശം തന്നെ ഒരു നല്ല ലോസാണ്. നല്ല ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത ക്വാണ്ടിറ്റി വെച്ചിട്ട് നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മളൊരു 1000 റുപ്പീസിൻ്റെ നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരു 1000 അല്ലെങ്കിൽ ഒരു 500 റുപ്പീസിൻ്റെ ഒരു ലോസ് മാത്രമേ റൺ ചെയ്യുന്നുള്ളൂ. നമ്മൾ കുറച്ച് അഗ്രസീവായി. ഇന്നലെയും ഇതേ സെയിം ആയിരുന്നു. സെയിം നമ്മളുടെ എൻട്രി എത്തുന്നതിന് മുന്നേ നമ്മൾ ട്രേഡ് എടുത്തു. ഇന്നും നല്ല ലോസ് ആയിട്ടുണ്ട് ഏകദേശം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കണോ വേണ്ടതെന്നാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലൈനിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ മാനുവലി എക്സിറ്റ് ചെയ്യാൻ തോന്നുന്നു. പക്ഷെ അതൊരു ശരിയായൊരു രീതിയല്ല. ഇപ്പോൾ ഒരു നല്ല ഹെവി ലോസ്. അതായത് ഞാൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വച്ചിട്ടുണ്ട്. ഓ മൈ ഗോഡ്, മാർക്കറ്റ് ഒരു ഹെവി ലോസാണ്. നമ്മൾ അവിടെ നിന്നൊരു റിജക്ഷൻ വന്നിട്ട് എടുത്താൽ മതിയായിരുന്നു. സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നതിൽ അർത്ഥമില്ല. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ സ്റ്റോപ്പ് ലോസ് എക്സിറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് സ്റ്റോപ്പ് ലോസ് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ഹൊറിസോണ്ടൽ ലൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേളിൽ ക്ലോസിങ് തരുവാണെന്നുണ്ടെങ്കിൽ മാനുവലി നമ്മളുടെ ട്രേഡിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, ഏകദേശം നോക്കിയാൽ ഒരു 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പം 50 പോയിൻറ്റ്സിൻ്റെ ഒരു ലോസ്. അതിനെ 1:3 എടുത്താൽ ഏകദേശം ഈ ഒരു റേഞ്ച്, അപ്പോൾ ഒരു 130. അപ്പം 130 ആകുമ്പോൾ 65 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും കൂടെ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യാം. ഏതായാലും നമ്മുടെ ആ ലൈനിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ, കാരണം ഇതെനിക്ക് നല്ല കൺവിക്ഷനുണ്ട് ഈ മാർക്കറ്റ് ഡൗൺ സൈഡ് മൊമെൻറ്റം ചെയ്യുന്നു. ഏതായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. അല്ലാതെ ഇപ്പോൾ താഴത്തോട്ട് മാർക്കറ്റ് വരുന്നുണ്ട്. ഒരു 8000 വരെയൊക്കെ പ്രോഫിറ്റ് റൺ ചെയ്തായിരുന്നു. പ്രോഫിറ്റ് പോട്ടെ, ലോസ് റൺ ചെയ്തായിരുന്നു. ഏതായാലും നമുക്കൊന്ന് നോക്കാം. പക്ഷേ ഇത് വളരെ കൺവിക്ഷനുള്ളൊരു ട്രേഡാണ് എനിക്ക്. ഈ ഒരു ലൈനിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഹോൾഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഒരു അത്യാവശ്യം ഒരു നല്ലൊരു മൊമെൻറ്റം കിട്ടാനും ചാൻസസ് ഉണ്ട്. ഈ ഒരു ക്യാൻഡിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിജക്ഷൻ കാണിക്കുന്നുണ്ട് മേളിൽ നിന്ന്. അല്ലെങ്കിൽ നമ്മളെടുത്ത ആ ക്യാൻഡിലിൻ്റെ 940 ആ ക്യാൻഡിലിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്തിട്ട് ട്രേഡ് എടുത്താലും മതിയായിരുന്നു. കുറച്ച് അഗ്രസീവ്, കാരണം ഞാൻ വളരെ ഉറപ്പായിരുന്നു എനിക്കിത് ഡൗൺ സൈഡ് മൊമെൻറ്റമാണ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടാവാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് അത്ര കൺവിക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ട്രേഡ് എടുത്തത്. പക്ഷേ കണ്ടോ, ഇപ്പോൾ നമ്മൾ എത്ര കൺവിക്ഷനല്ല കാര്യം, പ്രോപ്പർലി നമ്മുടെ സെറ്റപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എത്ര കൺവിക്ഷൻ ഉണ്ടെങ്കിലും ഓക്കെ, ഏതായാലും
എന്തായാലും ഈ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസ് ഏകദേശം ക്ലോസ് ആയി. നമ്മളുടെ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ മേളിലാണ് ക്രോസ് ആയത്. ഏതായാലും നമുക്ക് ആ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. ഏകദേശം ഹെവി ഒരു ലോസ് കാണിക്കുന്നുണ്ട്. ഏതായാലും നോക്കാം നമുക്ക്. $9,000 ഏകദേശമല്ല, നല്ലൊരു ലോസാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. അപ്പോൾ വളരെ നമ്മൾ നോക്കാം. മാർക്കറ്റ് ചതിക്കരുത്. ചിലപ്പോൾ ആ ലൈനിൻ്റെ മേളിൽ ക്ലോസിങ് തന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തതിന് ശേഷം തിരിച്ച് റിവേഴ്സ് വരാം. പക്ഷേ പക്കയായിട്ട് എനിക്ക് താഴത്തോട്ടാണ് മൊമെൻറ്റം എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ഒരു ക്യാൻഡിൽ മേളിൽ ക്ലോസ് ചെയ്താൽ തീർന്നു മോനെ, നമ്മളുടെ പരിപാടി അവസാനിപ്പിച്ച്. പക്ഷേ നോക്കാം. ഏതായാലും അല്ല പിന്നെ റെഡ് ക്യാൻഡിലായി മാറി മോനെ. മട മോനെ, നമ്മുടെ ആ ലൈന് ഒന്ന് ക്രോസ് ചെയ്യുക. വന്നിട്ടായ ഓക്കെ. നമ്മൾ ഏകദേശം പ്രോഫിറ്റിലൊക്കെ എത്തിയിട്ടുണ്ട്. നല്ലൊരു മൊമെൻ്റാണ്. വെയിറ്റ് ചെയ്താലും ഓക്കെ. ട്രേഡേഴ്സ്, നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്തേക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 10,000-ൻ്റെ പ്രോഫിറ്റ് എടുത്തിട്ട്. കാരണം മാർക്കറ്റ് ഇവിടെ ഒരു സപ്പോർട്ട് ഫോം ചെയ്യാനായിട്ടാണ് കാണുന്നത്. അപ്പം കൂടുതൽ ഹോൾഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഏതായാലും നമുക്ക് നമ്മുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഞാൻ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഓവറോൾ ഒരു 10,000-ൻ്റെ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ മാർക്കറ്റ് ഹോളിഡേ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ജയ് ഹിന്ദ്.